കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് EFT ടാപ്പിംഗ് എന്നും അത് സ്ട്രെസ്സും വൈകാരിക അസ്വസ്ഥതകളും കുറയ്ക്കുവാൻ എങ്ങനെ സഹായിക്കുമെന്നും നമ്മൾ പഠിച്ചു. EFT ടാപ്പിംഗിനെ കുറിച്ച് ആദ്യമായി കേൾക്കുന്നവർക്കും കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്കും എന്റെ ചാനൽ പ്ലേലിസ്റ്റിൽ നിന്നും EFT ടാപ്പിംഗ് പ്ലേലിസ്റ്റ് തിരഞ്ഞെടുത്ത് കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് പഠിക്കുക മാത്രം ചെയ്യാതെ നമ്മളത് ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ ആദ്യത്തെ തവണയാണെങ്കിൽ പോലും വിഷമിക്കേണ്ടതില്ല. ടാപ്പ് ചെയ്യേണ്ട സ്ഥാനങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങളും അതേ സ്ഥാനങ്ങളിൽ ടാപ്പ് ചെയ്യുകയും ഞാൻ പറയുന്ന വാക്കുകളും വാചകങ്ങളും നിങ്ങളുടെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിൽ കണ്ട് ആവർത്തിച്ചാലും മതിയാകും. ഇനി ആരംഭിക്കാം. ഇപ്പോൾ നിങ്ങളെ അലട്ടുന്ന ഒരു വികാരമോ സാഹചര്യമോ തിരഞ്ഞെടുക്കുക. അത് സമ്മർദ്ദം, ഉത്കണ്ഠ, ഭയം, നിരാശ, ദേഷ്യം അല്ലെങ്കിൽ ഏതെങ്കിലും അസ്വസ്ഥതയുണ്ടാക്കുന്ന വികാരമാകാം. ഇനി ആ വികാരത്തിൻ്റെ തീവ്രത 0 മുതൽ 10 വരെയുള്ള സ്കെയിലിൽ വിലയിരുത്തുക. ഇതിൽ 0 എന്നാൽ അസ്വസ്ഥതകൾ ഒന്നുമില്ല എന്നും 10 എന്നാൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായ അസ്വസ്ഥത എന്നും അർത്ഥമാക്കുന്നു. ശരിയോ തെറ്റോ ആയ ഒരു സംഖ്യയില്ല. ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന 0 മുതൽ 10 വരെയുള്ള സംഖ്യകളിലൊന്ന് ആ ഒരു വികാരത്തിൻ്റെ തീവ്രതയായി കൊടുക്കാം. ഇനി സാവധാനത്തിലൊരു ശ്വാസമെടുക്കാം. നമുക്ക് ടാപ്പിംഗ് തുടങ്ങാം. ഇനി മുന്നോട്ട് ചിത്രത്തിൽ കാണിക്കുന്ന പോയിന്റുകൾക്കനുസൃതമായി നിങ്ങളും ടാപ്പ് ചെയ്യേണ്ടതാണ്. ഒപ്പം പറഞ്ഞു തരുന്ന വാചകങ്ങളോ വാക്കുകളോ മനസ്സിൽ ആവർത്തിക്കേണ്ടതുമാണ്. ടാപ്പ് ചെയ്യുക എന്നാൽ 2-3 കൈവിരലുകൾ ഉപയോഗിച്ച് കാണിച്ചു തരുന്ന സ്ഥാനങ്ങളിൽ സാവധാനം തട്ടുക എന്നതാണ് അർത്ഥം. 2-3 വിരലുകൾ ഉപയോഗിച്ച് പതുക്കെ ടാപ്പ് ചെയ്യുക. ഒരു കാര്യം ഓർത്തിരിക്കാം, ഞാൻ പറയുന്ന വാചകങ്ങളും വാക്കുകളും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും വികാരങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ടാപ്പ് ചെയ്യുവാൻ ശ്രമിക്കുക. നമുക്ക് ആവർത്തിക്കാം. എനിക്ക് ഇപ്പോൾ ഈ ഒരു സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഈ വികാരം എന്നിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇതിനോട് പോരാടേണ്ടതില്ല. ഞാൻ അതിനെ അംഗീകരിക്കാൻ തീരുമാനമെടുക്കുന്നു. എൻ്റെ ഒരു ഭാഗത്തിന് സമ്മർദ്ദവും അമിതഭാരവും അനുഭവപ്പെടുന്നുണ്ടെങ്കിലും എൻ്റെ മറ്റൊരു ഭാഗം അല്പം കൂടി ശാന്തത കണ്ടെത്താൻ തുറവിയുള്ളതാണ്. ഇനി സാവധാനത്തിൽ സൗമ്യമായി ഒരു ശ്വാസമെടുക്കാം. ഇനി മറ്റു പോയിന്റുകളിലേക്ക് നീങ്ങാം. ഓരോ പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് നീങ്ങുമ്പോൾ ഈ ഒരു സ്വരം കേൾക്കുന്നതാണ്. അപ്പോൾ സാവധാനം അടുത്ത പോയിന്റിലേക്ക് മാറാവുന്നതാണ്. ഞാൻ ചുമക്കുന്ന ഈ ഒരു സമ്മർദ്ദം എൻ്റെ മനസ്സിലും ശരീരത്തിലും എനിക്കിത് അനുഭവപ്പെടുന്നുണ്ട്. എൻ്റെ മനസ്സ് ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു. അതിനെ വിട്ടുകളയാൻ എനിക്ക് പ്രയാസം അനുഭവപ്പെടുന്നു. ഒരുപക്ഷെ ഞാൻ തിരിച്ചറിയുന്നതിനേക്കാൾ കൂടുതൽ നാളുകളായി ഞാനിത് ചുമക്കുന്നു. എങ്കിലും അത് ഓക്കെയാണ്. ഇപ്പോൾ എനിക്ക് എങ്ങനെ അനുഭവപ്പെടുന്നുവെന്ന് ഞാൻ ശ്രദ്ധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരിൽ ഞാൻ എന്നെ തന്നെ വിധിക്കേണ്ടതില്ല, വിലയിരുത്തേണ്ടതില്ല. ഞാൻ എന്നെ തന്നെ സാവധാനത്തിലാകാൻ അനുവദിക്കുന്നു, ഈ ഒരു നിമിഷത്തേക്കെങ്കിലും. എൻ്റെ ശരീരവും മനസ്സും കഠിനമായി പരിശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ എല്ലാം പരിഹരിക്കേണ്ടതില്ല. ഒന്ന് പോസ് ചെയ്യുന്നത് ഓക്കെയാണ്. ഈ ഒരു നിമിഷത്തേക്ക് ഞാൻ എൻ്റെ മനസ്സിന് അല്പം വിശ്രമം നൽകുന്നു. സാവധാനത്തിലൊരു ശ്വാസം അകത്തേക്കെടുക്കാം. സാവധാനം പുറത്തേക്ക് കളയാം. ശരീരത്തിന് ഇപ്പോൾ എങ്ങനെ അനുഭവപ്പെടുന്നുവെന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് പൂർണ്ണമായും ശാന്തമായി അനുഭവപ്പെടേണ്ടതില്ല. ചെറിയൊരു മാറ്റം പോലും അർത്ഥവത്താണ്.
ഇനി അടുത്തൊരു റൗണ്ട് നമുക്ക് ടാപ്പ് ചെയ്യാം, മനസ്സും ശരീരവും അല്പം കൂടി റിലാക്സ് ആകുന്നതിനായി. നിങ്ങൾ ടാപ്പ് ചെയ്യുമ്പോൾ ബലം പ്രയോഗിച്ച് വികാരങ്ങളെ മാറ്റാൻ ശ്രമിക്കേണ്ടതില്ല. ഇപ്പോൾ ഉള്ളവയെ സഹാനുഭൂതിയോടെ കാണാൻ മാത്രം സ്വയം അനുവദിക്കാം. നമുക്ക് തുടരാം. എല്ലാ ഭാരവും ഒരുപക്ഷെ ഞാൻ സ്വയം ചുമക്കേണ്ടതില്ല. എൻ്റെ തോളുകളെ അല്പം റിലാക്സ് ചെയ്യാൻ അനുവദിക്കുന്നത് സുരക്ഷിതമാണ്. എൻ്റെ മനസ്സ് എന്നെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ഞാനതിനെ അംഗീകരിക്കുന്നു. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എപ്പോഴും നിലനിൽക്കേണ്ടതില്ല. എന്നെ തന്നെ അല്പം കൂടി സുരക്ഷിതമായി അനുഭവപ്പെടാൻ ഞാൻ അനുവദിക്കുന്നു. സാവധാനത്തിലാകുന്നത് ഓക്കെയാണ്. ഒരു നിമിഷത്തിൽ ഒരു ശ്വാസം വീതം എടുക്കുന്നത് ഓക്കെയാണ്. ഒരല്പം സമ്മർദ്ദം വിട്ടുകൊടുക്കാൻ ഞാൻ എനിക്ക് തന്നെ അനുവാദം കൊടുക്കുന്നു. ഓരോ സ്ഥാനങ്ങളിൽ സൗമ്യമായി ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ ശാന്തതയ്ക്കായി അല്പം കൂടി ഇടം സൃഷ്ടിക്കുകയാണ്. എപ്പോഴും അതീവ ജാഗ്രത പുലർത്തേണ്ടതില്ലെന്ന് എൻ്റെ ശരീരം പഠിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിൽ സമ്മർദ്ദത്തിനു പകരം ഞാൻ സമാധാനം തിരഞ്ഞെടുക്കുന്നു. ഇനി സാവധാനത്തിൽ സ്വസ്ഥമായി ഒരു ശ്വാസം അകത്തേക്കെടുക്കാം. സൗമ്യമായി പുറത്തേക്ക് കളയാം. നിങ്ങളുടെ മുഖത്തെ പേശികളെ ശ്രദ്ധിക്കാം. തോളുകളെ ശ്രദ്ധിക്കാം. നെഞ്ചിനെ ശ്രദ്ധിക്കാം. ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടോ എന്ന് വെറുതെ നിരീക്ഷിക്കാം. ഒന്നും നിർബന്ധിതമായി കൊണ്ടുവരേണ്ടതില്ല. ചെറിയൊരു ഷിഫ്റ്റ് പോലും പുരോഗതിയാണ്. ഇനി അവസാനമായി ഒരു റൗണ്ട് കൂടി ടാപ്പ് ചെയ്യാം. അങ്ങനെ സൗമ്യമായി ശാന്തതയും സുരക്ഷിതത്വവും ആത്മവിശ്വാസവും ബലപ്പെടുത്താം. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഓരോ ചുവട് വീതം ഒരു സമയത്തെടുത്ത് സുഖപ്പെടുവാൻ അനുവാദമുണ്ടെന്ന് ഈ ഒരു തവണ നമ്മൾ സ്വയം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഒരു പ്രധാന ചുവട് എടുത്തിരിക്കുകയാണ്. എന്നോട് തന്നെ ക്ഷമ കാണിക്കാൻ ഇന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. സൗഖ്യം ഒറ്റ തവണ കൊണ്ട് സംഭവിക്കേണ്ടതില്ല. എൻ്റെ തന്നെ ആന്തരിക കരുത്തിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അവബോധമുള്ള വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വികാരങ്ങൾ വീണ്ടും വീണ്ടും തിരികെ വന്നാലും കൂടുതൽ ആരോഗ്യകരമായി പ്രതികരിക്കുവാൻ എനിക്കിപ്പോൾ വഴിയുണ്ട്. ഓരോ സാവധാനത്തിലുള്ള ശ്വാസത്തിലും അല്പം കൂടി സമാധാനം എൻ്റെ ഉള്ളിൽ ഞാൻ സൃഷ്ടിക്കുകയാണ്. അല്പം കൂടി കരുണയോടെയും സഹാനുഭൂതിയോടെയും സ്വയം പരിഗണിക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. ഈ ഒരു നിമിഷത്തിൽ ഞാൻ സുരക്ഷിതനാണ്, സുരക്ഷിതയാണ്. ഓരോ ചുവട് വീതമെടുത്ത് മുന്നോട്ട് നീങ്ങുവാൻ എനിക്ക് സാധിക്കും. ശാന്തതയെ ഞാൻ തിരഞ്ഞെടുക്കുന്നു. പ്രതീക്ഷയെ ഞാൻ തിരഞ്ഞെടുക്കുന്നു. സുഖപ്പെടുവാനുള്ള എൻ്റെ കഴിവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി ടാപ്പ് ചെയ്യുന്നത് പതുക്കെ നിർത്താം. ആഴത്തിൽ സ്വസ്ഥമായി ഒരു ശ്വാസം അകത്തേക്കെടുക്കാം. സൗമ്യമായി ഇനി പുറത്തേക്ക് കളയാം. ഒരിക്കൽ കൂടി നിങ്ങൾ തിരഞ്ഞെടുത്ത വികാരത്തിൻ്റെ തീവ്രത 0 മുതൽ 10 വരെയുള്ള സ്കെയിലിൽ നമുക്ക് റേറ്റ് ചെയ്യാം. സംഖ്യയിൽ മാറ്റങ്ങൾ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ശ്രദ്ധിക്കാം. 1-2 പോയിന്റിലാണ് മാറ്റം വന്നതെങ്കിലും അതും അർത്ഥവത്താണ്. ഇനി മാറ്റമൊന്നും സംഭവിച്ചില്ലെങ്കിലും അതും ഓക്കെയാണ്. ചിലപ്പോഴൊക്കെ സുഖപ്പെടുന്നതിനായി മനസ്സിനും ശരീരത്തിനും അല്പം കൂടി സമയവും
ആവർത്തനവും ആവശ്യമായി വരും. സൗമ്യമായ സ്ഥിരതയുള്ള ചുവടുകളാണ് വൈകാരിക ക്ഷേമത്തിന് പ്രധാനം. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ താഴെ കമന്റ്സിൽ ടാപ്പിംഗിന് ശേഷം എങ്ങനെ അനുഭവപ്പെട്ടു എന്ന് പറയുവാൻ മറക്കില്ലല്ലോ. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നന്ദി.